ഹായ്, ഞാൻ ഡോക്ടർ വിനീത. ട്രിവാൻഡ്രം റൂമ കെയറിൽ ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. ഈ പ്രമേഹം, രക്തസമ്മർദ്ദം പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇപ്പോൾ കൂടി വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കൊണ്ടായിരിക്കാം കൂടുതലായിട്ട് കണ്ടുവരുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് ക്രോണിക് പെയിൻ. വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും വിട്ടുമാറാത്ത വേദന. അത് നടുവേദനയാകാം, കഴുത്ത് വേദനയാകാം, പേശികളുടെ വേദനയാകാം. അപ്പോൾ അത്തരം ക്രോണിക് പെയിൻ കണ്ടീഷൻസിൽ സാധാരണ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? മെഡിക്കേഷൻസ്, മരുന്ന് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, എക്സസൈസ്, ചുരുക്കം ചില സിറ്റുവേഷൻസിൽ സർജറി വേണ്ടി വന്നേക്കാം. പക്ഷേ പല പേഷ്യൻസിനും ഈ മെഡിക്കേഷൻസ് കൊണ്ടും ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ടും കാര്യമായൊരു പ്രയോജനം ലഭിക്കുന്നില്ല. ആൻഡ് ഇവർക്ക് ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഈ പെയിൻ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓഫീസിൽ അധിക നേരം ഇരുന്ന് ജോലി ചെയ്യാനോ, ഒരു യാത്ര പോകാനോ, എന്തിന് ഉറങ്ങാനോ, ഭക്ഷണം കഴിക്കാനോ തന്നെ ചിലപ്പോൾ ഈ പെയിൻ കാരണം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം ക്രോണിക് പെയിൻ കണ്ടീഷൻസിൽ നമുക്ക് ഒരു പുതിയൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ഉണ്ട്. അതാണ് ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെയിൻ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് എന്ന് പറയുമ്പം പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലോട്ട് വരുന്നത് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസിനെ കുറിച്ചാണ്. സ്റ്റിറോയിഡ് എപ്പോഴാണ് ഉപയോഗം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീർക്കെട്ടുള്ളപ്പോൾ, ഇപ്പോൾ സന്ധിവാതം അല്ലെങ്കിൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലത്തെ സിറ്റുവേഷൻസിൽ ജോയിൻസിൽ നീർക്കെട്ടുള്ളപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് യൂസ്ഫുൾ ആണ്. പക്ഷേ സ്റ്റിറോയിഡ് അല്ലാതെയുള്ള ഒരുപാട് പുതിയ ചികിത്സാ രീതികൾ ഈ ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റിലുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നെർവ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ RF ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ മസിൽസിൻ്റെ സ്പാസം ആണെങ്കിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തേയ്മാനം, സന്ധികൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം അല്ലെങ്കിൽ ടെൻഡൻ, ലിഗമെൻസിനൊക്കെ ഉണ്ടാകുന്ന തേയ്മാനമാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അഥവാ PRP ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പുതിയ ചികിത്സാ രീതികൾ ഇന്ന് ക്രോണിക് പെയിനിന് വേണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇഞ്ചെക്ഷൻസിൻ്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ടുള്ള പെയിൻ റിലീഫാണ്. പെട്ടെന്ന് തന്നെ പേഷ്യൻസിന് പെയിൻ റിലീഫ് കിട്ടുന്നു. അത് കഴിഞ്ഞ് അവർ ഈ ഫിസിയോതെറാപ്പിയും എക്സസൈസും കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അതൊരു ലോങ് ലാസ്റ്റിംഗ് റിലീഫായിട്ട് മാറുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിലെ മോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. പിന്നെ എക്സ്ട്രീംലി സേഫ് ആണ്. കാരണം നമ്മൾ ഈ ഇഞ്ചെക്ഷൻസ് ബ്ലൈൻഡായിട്ട് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസ് അല്ല. ഏതൊരു അൾട്രാസൗണ്ടിൻ്റെ അല്ലെങ്കിൽ സിയാമിൻ്റെ, അതായത് എക്സ്റേയുടെ ഗൈഡൻസിൽ വളരെ ടാർഗറ്റ് സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി സേഫ് ആണ്. സൈഡ് എഫക്ട്സ് തന്നെ എക്സ്ട്രീംലി റെയർ ആണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനൊരു ഡയഗ്നോസ്റ്റിക് റോളും കൂടെ ഉണ്ട്. നമുക്കറിയാം, പലപ്പോഴും കുറേ വർഷങ്ങളായിട്ട് പേഷ്യൻസ് ഇങ്ങനെ പെയിനായിട്ട് നടക്കും, കുറേ ടെസ്റ്റുകളും കുറേ സ്കാനും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത്തരം സിറ്റുവേഷൻസിൽ ഈ വളരെ ടാർഗറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസിലോടുകൂടി ഇതാണോ വേദനയ്ക്ക് കാരണം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും നമുക്ക് കാരണം എന്താണ്, അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിൽ, അതായത് ഫിസിയോതെറാപ്പി, എക്സസൈസസ്, മെഡിക്കേഷൻസിലൊക്കെ വലിയൊരു പ്രയോജനം ലഭിക്കാത്ത ക്രോണിക് പെയിൻ സിറ്റുവേഷൻസിൽ അതിൽ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് ചികിത്സിക്കാനായിട്ട് നമുക്ക് ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് കൂടെ ഉപയോഗിക്കാവുന്നതാണ്.